ഹായ് ഡിയേഴ്സ്, ഈ ക്രാഫ്റ്റ് വർക്ക് എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? ഇത് ഞാൻ നിങ്ങൾ രണ്ടുപേർക്ക് ഫ്രീ ആയിട്ട് തന്നാലോ? അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഇതേ ഞാൻ പിസ്ത ഷെല്ല് വെച്ച് ചെയ്തതാ. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഈ പിസ്ത ഷെല്ല് നമുക്ക് രണ്ട് തരത്തിൽ കളർ ചെയ്തെടുക്കാം. ഒരു സെറ്റിൽ പുറം ഭാഗം മാത്രവും മറ്റൊരു സെറ്റിൽ രണ്ട് സൈഡിലും കളർ ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റ്, ഒരു വൈറ്റ് പേപ്പർ, ഒരു കത്രിക, പെൻസിൽ, രണ്ട് കളേഴ്സും. ഇനി നമുക്ക് തുടങ്ങിയാലോ? കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ ഇടതുവശം ചേർത്ത് വലിയൊരു ഹാർട്ട്, ഈ കാർഡ്ബോർഡ് ഷീറ്റിനുള്ളിൽ നിൽക്കുന്ന രീതിക്കുള്ള വലിയൊരു ഹാർട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. അതിനുശേഷം വലതുവശത്തായിട്ട് ഇപ്പോൾ വരച്ച ഹാർട്ടിൻ്റെ ഹാഫ് പോർഷൻ വരുന്ന രീതിക്ക് ഒരു മീഡിയം സൈസ് ഹാർട്ട് കൂടെ വരച്ചു കൊടുക്കാം. ഇനി 1 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇപ്പോൾ വരച്ച ഹാർട്ടിനുള്ളിലായിട്ട് ഓരോ ഹാർട്ട് കൂടെ വരച്ചെടുക്കാം. അപ്പോൾ ചെറിയ ഹാർട്ട് ഫുള്ളായിട്ടും വലിയ ഹാർട്ട് ഈ ഒരു ഷേപ്പിലും നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ പുറം ഭാഗം കത്രിക കൊണ്ടും ഉള്ളിൽ ബ്ലേഡോ കട്ടിംഗ് നൈഫോ ഉപയോഗിച്ച് മാത്രം കട്ട് ചെയ്യാൻ നോക്കുക. ഹാർട്ട് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നൈഫോ ബ്ലേഡോ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച വൈറ്റ് ഷീറ്റ് 6 പീസായിട്ട് മടക്കി കട്ട് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇത് കളർ ചെയ്യാനായിട്ട് ഞാനൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് യൂസ് ചെയ്തേക്കുന്നത്. തൽക്കാലം നമുക്കത് കളർ ചെയ്ത് മാറ്റി വയ്ക്കാം. നേരത്തെ കട്ട് ചെയ്ത് ബാക്കി വന്ന കാർഡ്ബോർഡിൽ നിന്ന് 2 സർക്കിൾ ഷേപ്പ് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഡബിൾ സൈഡ് കളർ ചെയ്ത പിസ്ത ഷെല്ല് കൊണ്ട് നമുക്കിനി ഫ്ലവർ ചെയ്യാം. ആദ്യത്തെ 2 പിസ്ത ഷെൽ ഇങ്ങനെ ചേർത്തൊട്ടിക്കുകയും പിന്നീട് വരുന്നത് ഹാഫ് പോർഷൻ പശ തേച്ചൊട്ടിക്കുകയും ചെയ്യുക. ഫ്ലവർ ഈ ഒരു സൈസിലെത്തുമ്പോൾ കാർഡ്ബോർഡ് ഷീറ്റിൽ ഒട്ടിച്ച് പെറ്റൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. പെറ്റൽസ് ഫില്ല് ചെയ്യുമ്പോൾ കാർഡ്ബോർഡിൽ കൂടി പശ തേച്ച് കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ 2 ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 ഫ്ലവേഴ്സും നമ്മൾ കട്ട് ചെയ്തെടുത്ത ഹാർട്ടിൻ്റെ 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പേപ്പർ ട്വിസ്റ്റ് ചെയ്ത് കളർ ചെയ്ത് വെച്ചേക്കുന്ന കുഞ്ഞു ട്യൂബുകൾ നമുക്ക് ഈ ഹാർട്ടിൻ്റെ പുറകിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വശം മാത്രം കളർ ചെയ്ത പിസ്ത ഷെല്ല് ഈ ഒരു രീതിക്ക് ആ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹാർട്ടിൻ്റെ ഷേപ്പ് മാറാതെ വേണം ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഈ പിസ്ത ഷെല്ലിൻ്റെ ഗ്യാപ്പിൽ സെയിം കളർ തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. എങ്ങനെയുണ്ട് എൻ്റെ വർക്ക്? നന്നായിട്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ ക്രാഫ്റ്റ് നിങ്ങൾ 2 പേർക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. അതിനായി എന്നെ ഫോളോ ചെയ്ത് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. സെലക്ട് ചെയ്ത 2 പേർക്ക് ഞാനിത് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. ഇഷ്ടമായാൽ സപ്പോർട്ടിനായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക്